വിലങ്ങാട്ടെ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പ്രതിഷേധത്തിനിടെ പോലീസുമായി ഉന്തും തള്ളും. പ്രതിഷേധത്തിനിടെ വില്ലേജ് ഓഫീസിന്റെ വാതിൽ ഇളക്കി മാറ്റി അകത്ത് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഉന്തും തള്ളും ഉണ്ടായത്. ദുരിതബാധിതർക്കുള്ള സർക്കാർ സഹായം വൈകുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. വിവരങ്ങളുമായി സലാം മുഹമ്മദ് ഉണ്ട്. സലാം, ഈ പ്രതിഷേധം എങ്ങനെ പുരോഗമിക്കുന്നു? അതോടൊപ്പം തന്നെ നിലവിൽ ഈ സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? ഹരിഗോവിന്ദ്, നിലവിൽ സംഘർഷ സാധ്യതയൊന്നും തന്നെയില്ല. ഈ വിലങ്ങാട് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് മുണ്ടക്കൈ ദുരന്തത്തിനിടയിൽ വേണ്ടത്ര അധികൃതർ ശ്രദ്ധ ലഭിക്കാതെ പോയൊരു ദുരന്തമായിരുന്നു. അത് പിന്നാലെ മന്ത്രിമാരുടെ സന്ദർശനമുണ്ടായി, സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായെങ്കിലും വേണ്ടത്ര സഹായങ്ങൾ ലഭിച്ചില്ല എന്നുള്ളതാണ് ദുരിതബാധിതർ പറയുന്നത്. കൂടാതെ ദുരിതബാധിതരുടെ ലിസ്റ്റിൽ നിന്നും ഒരുപാട് പേർ ഒഴിവാക്കപ്പെട്ടു. സർക്കാർ പ്രഖ്യാപിച്ച സഹായങ്ങളൊന്നും തന്നെ നടപ്പിലായില്ല. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. ഈ വില്ലേജ് ഓഫീസറെ തടയുന്നു, തഹസിൽദാരെ തടയുന്നു, ആ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് ദുരിതബാധിതർ കടന്നു. ഇന്നുണ്ടായ പ്രതിഷേധം എന്ന് പറയുന്നത് രാവിലെ 9 മണിക്ക് തുടങ്ങിയതാണ്. ഇത് വില്ലേജ് ഓഫീസ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു കുത്തിയിരിപ്പ് സമരമായിരുന്നു ദുരിതബാധിതരുടെ ഭാഗത്തുണ്ടായത്. അതിനിടെയാണ് വില്ലേജ് ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം ഈ പ്രതിഷേധക്കാരുടെ ഭാഗത്തുണ്ടായത്. അത് പോലീസ് തടഞ്ഞു. പോലീസ് ചെറിയ രീതിയിലുള്ള ഉന്തും തള്ളും ഈ പ്രതിഷേധക്കാരുമായി ഉണ്ടായി. ആ രീതിയിലാണ് ഇപ്പോൾ ഈ കുത്തിയിരിപ്പ് സമരം പുരോഗമിക്കുന്നത്. ഏതായാലും വലിയ ഒരു ആവശ്യം, അതായത് ഇവരുടെ ദുരിതബാധിതർക്ക് വേണ്ടത്ര സഹായം ലഭിച്ചില്ല. സർക്കാർ പ്രഖ്യാപിച്ച ദുരിതബാധിതരുടെ ലിസ്റ്റിൽ നിന്നും ഒരുപാട് പേർ ഒഴിവാക്കപ്പെട്ടു. അവരെ ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ ഭാഗത്തുണ്ടായത്. അവരുടെ ന്യായമായ ആവശ്യങ്ങളോട് സർക്കാർ ഇനി എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളതാണ്